കിസാൻ വാണി ടീം ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ കൽത്തൊട്ടി പ്രദേശത്ത് സജീവമായി കാർഷിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ ചന്ദ്രൻ കുഴിമറ്റത്തിൽ എന്ന മാതൃകാ കർഷകൻ്റെ സമീപത്താണ്. അദ്ദേഹത്തിൻ്റെ കൃഷിരീതിയും കാർഷിക വിശേഷങ്ങളുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. നമസ്കാരം. അങ്ങ് എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്? ഞാനിപ്പോൾ ഒരു 10-30 വർഷമായിട്ട് കാർഷിക മേഖല ജോലി ചെയ്യുന്ന ആളാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതെ, ചെറുപ്പത്തിൽ തൊട്ട് കാർഷിക മേഖലയിലാണ്. ഏറ്റവും കൂടുതൽ ഏതൊക്കെ കൃഷി ചെയ്യുന്നത്? ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഏലം, റബ്ബർ, കുരുമുളക്, ഈ 3 ഐറ്റങ്ങളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. മെയിനായിട്ടിരിക്കുന്നത്. ഈ ആദ്യ കാലഘട്ടത്തിൽ കൃഷി തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? കപ്പ, ചേന, കാച്ചിൽ, കുരുമുളക് ഇങ്ങനെയൊക്കെയുള്ള കൃഷികളായിരുന്നു. അന്ന് അതുകൊണ്ട് കഴിഞ്ഞു പോകാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ തന്നെ ഭക്ഷണത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ കൂടുതൽ ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ട് നോക്കിയപ്പോഴത്തേന് അതിനകത്ത് എലിയായിട്ടും വന്യമൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടാതെ വരുന്നു. അതുകൊണ്ടാണ് ഏലം കൃഷിയിലേക്കും റബ്ബർ കൃഷിയിലേക്കും ഒക്കെ തിരിഞ്ഞത്. ഏലം റബ്ബറിലേക്കൊക്കെ മാറിയിട്ട് ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും? ഏലം ഒരു 25 വർഷമായിട്ടുണ്ട് തുടങ്ങിയിട്ട്. ആ കാലത്ത് ഏലമൊക്കെ ഏത് ഇനത്തിലാണ് ചെയ്തുകൊണ്ടിരുന്നത്? അന്ന് ഉള്ളത് നാടൻ ഏലം, ബൾഗ, ഇത് 2 ഐറ്റമായിരുന്നു എന്നുള്ളത്. പിന്നെ കാലങ്ങളിലാണ് ഈ ഞള്ളാനി ഇറങ്ങിയത്. ഇപ്പോൾ ഒരുപാട് പുതിയ ഇനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏത് ഇനം ഏലം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് ഞള്ളാനി തന്നെയാണ്. പിന്നെ ബൊമ്മിയുണ്ട്, പിന്നെ കോട്ടിമല ഏലമുണ്ട്, കൊടക് സുഹാസിനിയുണ്ട്, ഗ്രീൻ ഗോൾഡ് എന്നും പറഞ്ഞ് ശാന്തമ്പാറ എന്ന് കൊണ്ടുവന്ന ഒരു ഐറ്റം ഉണ്ട്. പക്ഷെ ഇതിലെല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഞള്ളാനി തന്നെയാണ് ഏറ്റവും ആദായകരമായിട്ടുള്ളത്. അതെ. പിന്നെ ബൊമ്മിക്ക് നല്ല കളറ്, കായ്ക്ക് നല്ല നീളം, ഓയിൽ കണ്ടന്റ് കൂടുതൽ, എല്ലാം കൊണ്ടും നോക്കുമ്പം ബൊമ്മി നല്ലതാണ്. പക്ഷെ കാപിടുത്തം കുറവാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ സവിശേഷതകളുണ്ടല്ലേ? ഉണ്ട്. അത് തന്നെ. എന്നാലും ഏറ്റവും മെച്ചമായിട്ട് തോന്നുന്നത് ഈ ഒറ്റ ചിമ്പൻ ഞള്ളാനി തന്നെയാണ് ഏറ്റവും നല്ലത്. ഞള്ളാനി എന്ന് പറഞ്ഞാലും അതിനകത്ത് പല ഐറ്റം ഉണ്ട്. അത് നല്ല വെറൈറ്റി നോക്കിയെടുത്ത് നട്ടാൽ നമുക്ക് ആദായം കൂടുതൽ കിട്ടുകയുള്ളൂ. ഏലം കൃഷി ചെയ്യുന്ന സമയത്ത് അത് നടുന്ന രീതി മുതൽ എങ്ങനെയാണെന്നൊന്ന് വിശദമായിട്ട് പറയാമോ? ഏലം നമ്മൾ കുഴിയെടുക്കുക, ഒരു 1.5 അടി വട്ടവും ഒരു 1 അടി താഴ്ചയിലുള്ള കുഴിയെടുക്കുക. എന്നിട്ട് നല്ലപോലെ കിളച്ച് ഒരു 2-2.5 അടി വട്ടത്തിൽ നമ്മൾ കിളച്ച് കുഴി മൂടുക. എന്നിട്ട് ഒരു ചിമ്പ് വെക്കുകയാണെങ്കിൽ നമുക്ക് ചിമ്പ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഒരു 3 ചിമ്പ് 4 ചിമ്പ് വെക്കുകയാണെങ്കിൽ ഒരു 60 ചിമ്പ് നമുക്ക് ഒരാണ്ടിലാക്കിയെടുക്കാം. പിന്നെ വളം ചെയ്യുന്നത് പോലെ ഇരിക്കും. പിന്നെ ചാണകപ്പൊടി വേണം, എല്ലുപൊടി വേണം, വേപ്പമണ്ണൊക്കെ ഇടും, പിന്നെ ബാം ഇട്ട് വെക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ നടുന്ന സമയത്ത് തന്നെ അടിവെള്ളം പോലെ അത് തന്നെ എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ഒരു 60 ചിമ്പ് ഒരു വർഷം കൊണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു 1.5 വർഷമാകുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഉൽപാദനം കിട്ടാൻ തുടങ്ങും. ഇങ്ങനെ 4 ചിമ്പൊക്കെ വെച്ച് വെക്കുകയാണെങ്കിൽ. ഒരു ചിമ്പ വെക്കുന്നെങ്കിൽ ഒത്തിരി കുറവ് വരുമോ? ഒരു ചിമ്പ് വെക്കുകയാണെങ്കിൽ നമുക്കൊരു പരമാവധി ഒരു 30-25 ചിമ്പ് വരെ ആക്കി എടുക്കാനേ പറ്റുള്ളൂ. അപ്പം നമുക്ക് ആദായം കിട്ടും, കുറയും. ലാഭകരം എപ്പോഴും ചിമ്പ് കൂട്ടി വെക്കുകയാണ്. പിന്നെ അകലം നല്ലപോലെ കൊടുക്കുക. ഒരു 10 അടി അകലമാണ് സാറിന് എല്ലാവരും പറയുന്നെങ്കിൽ തന്നെ ഒരു 12 അടി അകലം ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആദായം കൂടുതൽ കിട്ടും. ചെടി എണ്ണം കുറച്ച് മതി. കുഴികുത്ത് ചെടി മേടിക്കുന്നത് എല്ലാം കൊണ്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു 12 അടി അകലത്തിൽ വെക്കുന്നതാണ് ആദായം. പണി കുറവെല്ലാം. നടുന്ന സമയത്ത് ഒരു അടിസ്ഥാന വളം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഒരു വളപ്രയോഗമൊക്കെ ഏത് സമയത്താണ്, എത്ര നാൾ കൂടുമ്പോഴാണ് ചെയ്യുന്നതെന്ന് പറയാം? നല്ലപോലെ നമ്മൾ ആദായം എടുക്കണം. നല്ല രീതിയിൽ പണിയാണെങ്കിൽ നമുക്ക് മാസം എന്ന് പറയുന്ന പോലെ ഇതിന് വളം കൊടുക്കണം. ഒത്തിരി കൊടുക്കണ്ട. ഒരു തീപ്പെട്ടിക്കകത്ത് കൊള്ളുന്ന ഒരു യൂറിയയോ പാറ്റംപോസോ ഇങ്ങനെ ഏതെങ്കിലും രാസവളങ്ങൾ കൊടുക്കുക. പിന്നെയുള്ളത് ജൈവവളമോ എല്ലുപൊടിയോ വേപ്പമണ്ണാക്ക് ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കൂടുതൽ കൊടുക്കുക. അത് പരമാവധി നമ്മൾ കൂടുതൽ കൊടുക്കുക. തവണ കൂട്ടി കൊടുക്കുക, അളവ് കുറച്ചുകൊണ്ട് കൂട്ടി കൊടുക്കുക. എന്നാലും നമുക്ക് കൂടുതൽ ആദായം കിട്ടും. അല്ല, ചെടി കൂടുതലായിട്ട് കയറി വരും. നമ്മൾ ആദായം എടുക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേനും പിന്നെ ഇതിൻ്റെ അളവ് കൂട്ടണോ? ആദായം എടുക്കാൻ തുടങ്ങുമ്പോഴത്തേനും നമുക്ക് ചെടിക്ക് വളങ്ങൾ കൂട്ടി കൊടുക്കണം. പിന്നെ മരുന്നടി കൃത്യം 20 മരുന്നടിക്കണം. അത് നല്ല മരുന്നുകൾ മേടിച്ചടിക്കണം. അയൽവക്കംകാരന് നമുക്കും ദോഷമില്ലാത്ത രീതിയിലുള്ള മരുന്നുകളുണ്ട്. അപ്പോൾ ഇച്ചിരി വില കൂടുതലാകും. അതിനെന്ന് വെച്ചാൽ നീല ലെവലുള്ള മരുന്നാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. നമുക്ക് കുഴപ്പമില്ല, തേനീച്ചയ്ക്കും കുഴപ്പമില്ല. തേനീച്ച കൂടുതൽ വന്നാലേ ഇത് പരാഗണം നടക്കുകയുള്ളൂ. അതുകൊണ്ട് തേനീച്ചയ്ക്ക് ദോഷമില്ലാത്ത രീതിയിലുള്ള മരുന്നുകൾ മേടിച്ചടിക്കുക. അന്നേരം നമ്മൾ ഒരു കായ എടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ വളം രാസവളവും കൊടുക്കണം, ജൈവവളവും കൊടുക്കണം. രാസവളം പരമാവധി കുറയ്ക്കുക, അല്ലെ മണ്ണിൻ്റെ ഇത് നഷ്ടപ്പെടുന്നതുകൊണ്ട് ജൈവവളം കൂടുതൽ
കൊടുക്കുക. പിന്നെ പോളിയാർ പോലെയുള്ള വളങ്ങൾ കൊടുക്കുക. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴത്തേനും മണ്ണിന് കുഴപ്പമില്ല. നമുക്ക് ഉൽപ്പാദനം കൂടുതൽ കിട്ടുകയും ചെയ്യും. ജൈവവളം ഒരു വർഷത്തിൽ എത്ര തവണ ചെയ്യേണ്ടി വരും? ഞാൻ ചെയ്യുന്ന കണക്കിനാണെങ്കിൽ ഒരു 4 പ്രാവശ്യമെങ്കിലും കുറയാതെ ചെയ്യും. രാസവളമാണെങ്കിൽ ഒരു 6 പ്രാവശ്യം വരും. അന്നേരം രാസവളം എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു ചെടിക്ക് ഒരു 200 ഗ്രാം വളവേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അത് 5 പ്രാവശ്യം 6 പ്രാവശ്യമായിട്ടാണ്. അപ്പോൾ 50 ഗ്രാത്തിൽ താഴെ ഒരു 30 ഒരു പ്രാവശ്യം അത്രയേ വരുന്നുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഏലത്തിൻ്റെ വിളവെടുപ്പിന് ആവശ്യത്തിനുള്ള തൊഴിലാളികളൊക്കെ നമുക്ക് കിട്ടാനുണ്ടോ? തൊഴിലാളികൾക്ക് ഭയങ്കര ക്ഷാമമാണ്. പിന്നെ ഇപ്പോൾ ഹിന്ദിക്കാർ വന്നിരിക്കുന്നതുകൊണ്ട് കുറേ ആൾക്കാരെ അങ്ങനെ കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല. വണ്ടിക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പൈസ കൂടുതലാവുന്നേ ഉള്ളൂ. ആളിനെ കിട്ടാനുണ്ട്, ഇറക്കി തരും. ഏലത്തിൻ്റെ സാധാരണ വിളവെടുപ്പ് എത്ര ദിവസത്തെ ഇടവേളയ്ക്ക് ഒരു ശേഷം? 45 ദിവസമാണ്. പിന്നെ മഴ കൂടുതലുണ്ടെങ്കിൽ അത് 50-55 ദിവസം വരെയാവും. മഴ കുറവുള്ള സമയമാണെങ്കിൽ 45 എന്നുള്ളത് 40 ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് വിളവെടുക്കാറാകും. സാധാരണ എന്തൊക്കെ അസുഖങ്ങൾ ഏലത്തിന് ഉണ്ടാകുന്നത്? ഏലത്തിന് ഇപ്പം മെയിനായിട്ട് പറയുന്നത് സിസേറിയമാണ്. പിന്നെ വേരുപുഴുവിൻ്റെ ശല്യമുണ്ട്. പിന്നെ നിമാവരയുടെ ശല്യമുണ്ട്. അപ്പം വേര് ദ്രവിച്ച് പോവുക. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേൻ്റെ പോള പൊളിഞ്ഞിട്ട് ഏലം ഒടിഞ്ഞു പോവുക. അപ്പം അതിനുള്ള മരുന്നുകൾ മേടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പൈസയാവും. എന്നാൽ വില കൂടുതലാവുമെന്ന് വെച്ചാലും നമുക്ക് കറക്റ്റ് സമയത്തുള്ള മരുന്നിൻ്റെ ഉപയോഗം കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും പറ്റും. ഇന്നത്തെ ഈ 2500 രൂപ വിലയുള്ളതുകൊണ്ട് നമുക്ക് വലിയ കഷ്ടപ്പാടില്ലാതെ കൂലിച്ചെലവും നമ്മുടെ കയ്യിൽ ഇച്ചിരി പൈസ വരികയും ചെയ്യും. ഇപ്പോൾ കൃത്യസമയത്ത് നമ്മൾ ഇന്ന പ്രശ്നം ഉണ്ടെന്നുള്ളത് നേരത്തെ തന്നെ അറിഞ്ഞ് മുൻകൂട്ടി ഈ പറയുന്ന മരുന്ന് പ്രയോഗിക്കേണ്ടി വരും. പ്രയോഗിക്കേണ്ടി വരും. നമ്മുടെ ചെടിക്കകത്ത് നമ്മൾ തന്നെയാണ് ഡോക്ടർ. നമ്മളിറങ്ങി ചെടിയെ പരിപാലിക്കുകയും നോക്കുകയും ഇതിനെന്താണ് കുഴപ്പം എന്നുള്ളത് നോക്കുക. ഇനി നമുക്കതിനെപ്പറ്റി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിവുള്ള സാറുമാരോട് നമ്മൾ ഫോട്ടോ ഇട്ട് കൊടുക്കുക. എൻ്റെ ആണെങ്കിൽ അവരതിൻ്റെ ഇത് ഇന്ന കേടാ, ഇത് മൊസൈക്ക് രോഗമാണ്, അതല്ല ഇത് ചീക്ക് രോഗമാണ്, ഇതിപ്പോൾ ചെടിക്കൊരു മഞ്ഞപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇതിന് മഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ്, ഇങ്ങനെയുള്ളതെല്ലാം അവർ നമ്മളോട് പറഞ്ഞു തരും. അതൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ കൃഷി ചെയ്തിരിക്കുന്നത്. നിമാവരിയൊക്കെ പോലുള്ളത് നിമാവരി ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ ചെയ്യുന്നത്, അതോ അതിന് മുമ്പായിട്ടും നമ്മൾ ചെയ്യും. എന്നാൽ പോലും ഉണ്ട്. അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്ന എന്തെങ്കിലും? അത് ഇലയ്ക്കൊരു കുറുക്കൽ വരും. പിന്നെ തണ്ടിനൊരു മഞ്ഞപ്പ് വരും. തണ്ടിൻ്റെ ഇല ഈ പോള പൊട്ടി കയറും. എന്നിട്ട് അങ്ങോട്ട് ഒടിയും. അങ്ങനെയാണ് തിരിച്ചറിയുന്നത്. നിമാവരിയൊക്കെ കൂടുതൽ വേരിലല്ലേ ബാധിക്കുന്നത്? വേരില്ല. വേരെ നോക്കി നമുക്ക് അറിയാൻ എന്തെങ്കിലും മാർഗങ്ങളൊക്കെ? വേര് മാറ്റി നോക്കി അറിയാം. പക്ഷേ അത് അത്രയും നമ്മൾ നോക്കിയല്ല. നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ പോള പൊളിഞ്ഞ് കഴിയുമ്പോഴത്തേനും അത് ഒടിഞ്ഞു വീഴും. അപ്പം നമുക്ക് മനസ്സിലാകും ഇതിന് വേര് പുഴു അല്ല നിമാവരിയോ ഉണ്ടല്ലോ എന്ന്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വേര് മാറ്റി നോക്കും. അന്നേരം വേരിൻ്റെ അറ്റം മുഴുവൻ തിന്നതായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉറപ്പിക്കും. ഉണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മൾ മരുന്ന് പ്രയോഗിച്ചാൽ താമസം വരും. ഇപ്പം നമ്മൾ ഒത്തിരി നമ്മൾ പഠിച്ചു. അതുകൊണ്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് തന്നെ ഇപ്പം നേരത്തെ തന്നെ അറിഞ്ഞ് നമുക്ക് മരുന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. തണ്ടുതുരപ്പനൊക്കെ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? തണ്ടുതുരപ്പനുണ്ട്. തണ്ടുതുരപ്പൻ നമ്മളൊരു 20 മരുന്നടിക്കണം. എങ്കിൽ മാത്രമാണ് അതിനെ നിർത്താൻ പറ്റുന്നത്. അതെ. തണ്ടുതുരപ്പൻ നമ്മളിപ്പോൾ ഈ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ശരത്തിനാണ് കാണുന്നത്. ശരത്തേലും ഇത് ആക്രമിക്കുന്നുണ്ടല്ലോ. അതെ, ശരത്ത് എന്ന് പറഞ്ഞാൽ ശര പിഞ്ചാണല്ലോ. അങ്ങനെ വരുമ്പോഴത്തേനാണ് ചരം കുത്തി പോകുന്നത്. ചരം ആദ്യം തിന്നും. അതുപോലെ ചെറിയ പിഞ്ച് ചിമ്പാണ് തണ്ടുതുരപ്പിന് കൂടുതൽ കരന്ന് കയറാൻ എളുപ്പം. അങ്ങനെയും നമുക്ക് ക്ഷീണം വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു ഇപ്പോൾ 20 പൊക്കം എന്നുള്ളത് നമ്മളൊരു 17-18 ദിവസം ആകുമ്പോൾ തന്നെ നമ്മൾ മരുന്ന് കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് കൃത്യമായ ഇടവേളകളിൽ തണ്ടുതുരപ്പനുള്ള മരുന്ന് നമ്മൾ പ്രയോഗിക്കണം. തണ്ടുതുരപ്പനുള്ളത് പ്രയോഗിക്കണം. പിന്നെ ഏലത്തിന് കരുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പോളിയാർ കൊടുക്കണം. ഇത് രണ്ടും കൂടി ഒന്നിച്ച് കൊടുക്കാനും പറ്റിയല്ല. അപ്പം നമുക്ക് കൂലിച്ചെലവ് കൂടും. പിന്നെ സമയം പരിചരണത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരുന്നുണ്ടല്ലോ. അതെ. പിന്നെ നമ്മൾ ഈ മുമ്പേ പറഞ്ഞ നിമാവരിക്കുള്ള മരുന്ന് കൊടുക്കണേ, അത് ഇതിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റിയല്ല. അത് വേറെ സെപ്പറേറ്റ് കൊടുക്കണം. പിന്നെ ചെടിക്ക് കാൽസ്യം വേണം. അതിന് കുമ്മായം കൊടുക്കുന്നത് അത് സെപ്പറേറ്റ് കൊടുക്കണം. ഇങ്ങനെ ഓരോന്നിനും ഓരോ. പിന്നെ നമുക്ക് മിത്രകമ്പിളുകൾ ഞാൻ നല്ലപോലെ കൊടുക്കുന്നുണ്ട്. ബാം, സൂഡോമോണസ്, ടൈക്കോട്ടർമ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചെടിക്ക് നല്ല കരുതാം. സിസേറിയ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ. ഇങ്ങനെയുള്ള വളപ്രയോഗം, മരുന്നടി പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണോ ചെയ്യുന്നത്? മിക്കവാറും എല്ലാം തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ കൂടുതൽ ഒഴിക്കേണ്ട വളങ്ങൾ വന്നാൽ ആരെയും ഒരാളെ കൂടെ കൂട്ടി ഇത് ഇളക്കി തരണം. അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. രാസവളങ്ങളൊക്കെ പ്രയോഗിക്കുമ്പോൾ അത് കലക്കി ഊറ്റുന്ന രീതിയാണോ അതോ ചോട്ടിൽ? 2 തരമുണ്ട്. മഴ കുറവുള്ളപ്പോഴത്തേനും നമ്മൾ കലക്കി ഒഴിക്കുകയാണ്. അന്നേരം നമുക്ക് ഒരാളും കൂടെ വേണം. അല്ലാതെ നമ്മൾ വളം ഇടുകയാണെങ്കിൽ നമ്മൾ പരമാവധി തന്നെ ചെയ്യാനായിട്ട് നോക്കുള്ളൂ. അത് തന്നെ ചെയ്യുമ്പം ശരത്തെ വീഴാൻ പറ്റിയല്ല, ഇതിനകത്ത് വീഴാൻ പറ്റിയല്ല. അതുകൊണ്ട് നമ്മൾ തന്നെ പരമാവധി ശ്രദ്ധിച്ച് ചെയ്യുള്ളൂ. ഇപ്പോൾ ശരത്തെ വീണ് കഴിഞ്ഞാൽ കായ്ക്ക് പൊള്ളലേക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ ചെയ്യും. ഇപ്പം മഴക്കാലം ഇപ്പോൾ വരുന്ന ഒരു സമയമാണ്. ഇപ്പം
മഴയായി കഴിഞ്ഞാൽ പിന്നെ അഴുകൽ പോലുള്ള പ്രശ്നങ്ങൾ ചെടിക്ക് ഉണ്ടാകുന്നുണ്ട്. അതിന് പ്രതിരോധം നമ്മൾ മഴയ്ക്ക് മുൻപായിട്ട് ചെയ്യണ്ടേ? ചെയ്യണം. അത് ഏതൊരു സമയത്താണ് നമ്മളത് അത് ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ തൊട്ട് തുടങ്ങണം. അഴുകലിന് നമ്മൾ കുമ്മായം കൊടുക്കുന്നു. കുമ്മായം, സൾഫറും, മഗ്നീഷ്യം കൂടെ ഇപ്പോൾ കൊടുക്കുന്നു. അത് കഴിയുമ്പോൾ നമ്മളൊരു ഒരു 15 ദിവസം, ഒരു മാസം പരമാവധി അതിനേരത്തേന് ഗോൾഡോ മിശ്രിതം കൊടുക്കുന്നു. സാധാരണ ജൂണിലാണ് മഴക്കാലം തുടങ്ങുന്നത്. അതിനൊരു ഒരു മാസം മുമ്പായിട്ട് ചെയ്യണോ അതോ ഒരു പുതുമഴ വരാൻ അങ്ങനെയാണോ? മെയ്യിൽ നമ്മൾ കക്കായം, മഗ്നീഷ്യം, സൾഫറും കൂടെ കൊടുത്തു. ഇനി നമ്മളൊരു ജൂണിലാകുമ്പോഴത്തേനും ഗോൾഡോ മിശ്രിതം കൊടുക്കണം. ഒത്തിരി കൺട്രോൾ ചെയ്യാൻ പറ്റും, നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. നിയന്ത്രിക്കാൻ പറ്റും. ശരി. അപ്പോൾ നമുക്ക് ഈ അഴുകൽ ഉണ്ടാവും നമ്മൾ മുൻകൂട്ടി കണ്ട് അതും നേരത്തെ തന്നെ ചെയ്തു വെക്കണം അല്ലേ? നേരത്തെ തന്നെ അഴുകൽ ഉണ്ടായിട്ട് നോക്കാം, അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. അത് തന്നെയല്ല, പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പറമ്പിൽ വെള്ളം കെട്ടി നിൽപ്പുണ്ടോ എന്ന് നോക്കണം. ചെടിയുടെ ചോട്ടിലും ചെടിക്കകത്ത് വെള്ളം കെട്ടി നിൽക്കുമോ, ചെടിയുടെ പുറമെ വേരി ചെല്ലുന്നിടത്ത് വെള്ളം കെട്ടി നിൽക്കുമോ, അത് പരമാവധി നമ്മൾ മാറ്റി വിടുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ തന്നെ നമുക്ക് തിട്ടായ സ്ഥലങ്ങളാണെങ്കിൽ ഒത്തിരി അഴുകൽ കുറവുണ്ട്. നമ്മുടെ ഒരു വേനൽക്കാലം ആകുന്ന ഒരു സമയത്ത്, ഇപ്പോൾ നമുക്ക് വേനൽക്കാലം കഴിഞ്ഞ് വരുന്നൊരു സമയമാണ്. വേനൽക്കാലത്തിൻ്റെ സമയത്ത് നമുക്ക് ഇതിന് ജലസേചനം ചെയ്യണം, പൊതയിട്ട് കൊടുക്കണം, അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് വേനൽ സമയത്ത് ചെയ്യുന്നത്? വേനൽ തുടക്കം തൊട്ടേ നമ്മൾ ചെടിക്ക് നല്ലപോലെ പൊതയിട്ട് കൊടുത്തു. പൊതയിട്ട് മണ്ണിട്ട് കഴിഞ്ഞിട്ട് പൊതയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെള്ളം അടിക്കും. മെത്തലോ ബാക്ടീരിയ, പൊട്ടാഷ്യം സിലിക്കേറ്റ് ഇങ്ങനെയുള്ള ചെടിക്ക് അടിച്ചും കൊടുത്ത് അത് തണുപ്പിനെ പിടിച്ച് നിർത്താൻ പൊട്ടാഷ്യം സിലിക്കേറ്റ് അടിക്കുന്നത് കൊണ്ട് നമുക്കൊരു പരിധി വരെ സിസേറിയം മാറി കിട്ടും. വേരുപുഴു, നിമാവര ഇങ്ങനെയുള്ളതിനെല്ലാം ഒത്തിരി മാറ്റം. ജലസേചനം നമ്മൾ എത്ര ദിവസം കൂടുമ്പോൾ ചെയ്യണം? ജലസേചനം നമ്മൾ ആദ്യമൊക്കെ തുടക്കത്തോണ്ട് നമുക്ക് ഒരാഴ്ച മതിയായിരുന്നു. ഇപ്പോൾ ഒരു 4 ദിവസം കൂടുമ്പോൾ നല്ല വെയിലായി കഴിയുമ്പോൾ നല്ലത്. പിന്നെ പരമാവധി നമ്മൾ ചെടിക്ക് അകത്ത് വെള്ളം ഒഴിക്കാതിരിക്കുക. കിഴങ്ങിന് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കിഴങ്ങിന് ഫംഗസ് കയറി കൂടും. പിന്നെ ചുറ്റും ചെടിയുടെ വേര് വരുന്നിടത്ത് മാത്രം നമ്മൾ നനയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല. എന്നാൽ തന്നെ പ്രാബല്യത്തിൽ വരികയില്ല, അകത്ത് വീഴും. പരമാവധി ശ്രദ്ധിച്ചാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ പൊതയിടാൻ വേണ്ടിയിട്ടുള്ള വസ്തുക്കളൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെ ഈ കരിയില, റബ്ബറിൻ്റെ കരിയിലയുണ്ട്. പിന്നെ ഈ കച്ചി തന്നെ വെട്ടി ചുവട്ടിലോട്ട് അടുപ്പിക്കുകയാണ്. അങ്ങനെ ഏലത്തിൻ്റെ കച്ചി തന്നെ. അതെ. പിന്നെ മരത്തിന് ചവറും ചപ്പും എല്ലാം കൂടെ അടുപ്പിക്കുക, അങ്ങനെയാണ്. അതപ്പോൾ എത്ര കനത്തിൽ വെക്കാൻ പറ്റുന്നോ അത്രയും കനത്തിൽ വെക്കുന്ന രീതിയാണ്. അതെ, എന്തോരം കനത്തി വെക്കാം അത്രയും. അത് ചെടിയുടെ ഒരു അരയടിയാലും അകത്തിയേ നമ്മൾ വെക്കാവുള്ളൂ. അപ്പോൾ കൂടുതൽ നമുക്ക് ഫംഗസ് കയറി പിടിക്കും. അതുകൊണ്ട് പരമാവധി അകത്തി വെക്കുക. വേനൽക്കാലത്ത് നമ്മൾ വെച്ചിട്ടുള്ള പൊത വെക്കുന്നതൊക്കെ നമ്മൾ മഴക്കാലത്ത് അത് മാറ്റി കൊടുക്കണം. മാറ്റി കൊടുക്കണം. പിന്നെ നമ്മുടെ ഏലച്ചെടിക്ക് ഷെയ്ഡിന്റെ നിയന്ത്രണം വേണമെന്ന് പറയാറുണ്ട്. അതായത് ഒത്തിരി ഷെയ്ഡ് കൂടാൻ പാടില്ല, എന്നാൽ ഷെയ്ഡ് ഒത്തിരി കുറഞ്ഞു പോകാനും പാടില്ല. അതിൻ്റെ ഒരു നിയന്ത്രണം നമ്മൾ ഏത് സമയത്താണ് നടത്തുന്നത്? ജൂൺ ആകുന്നതിന് മുമ്പേ നമ്മൾ ഇതിൻ്റെ കൊപ്പ് വെട്ടണം. താമസിച്ച് പോയി കഴിഞ്ഞാൽ അടുത്ത വർഷത്തേന് വേനലാകുമ്പോഴത്തേന് നമുക്ക് കൊപ്പില്ലാതെ വരും. അതുകൊണ്ട് പരമാവധി നേരത്തെ വെട്ടുക നല്ലത്. അന്നേരം നമുക്ക് ചിമ്പുണ്ടാകും. ഈ വർഷം കഴിഞ്ഞ കൊല്ലത്തെയൊക്കെ ഉണക്ക് വെച്ച് നോക്കിയിട്ട് ഈ വർഷം കൊപ്പ് അധികം വെട്ടിയില്ല. അന്നേരം ഈ പ്രാവശ്യം ചിമ്പില്ല. അതുകൊണ്ട് ഈ വർഷം വെയിലടിക്കാത്തതുകൊണ്ട് ചിമ്പില്ല. പേടിയാണ്, എങ്ങനെ കാലാവസ്ഥ വരും, എല്ലിനൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അധികം കൊപ്പ് വെട്ടാഞ്ഞുകൊണ്ട് ഈ ആണ്ട് ചെടിക്ക് ചെമ്പില്ല. അപ്പം ഈ വർഷം നേരത്തെ കൊപ്പ് വെട്ടണമെന്നുള്ളൊരു കണക്കൊണ്ടിരിക്കും. മഴയ്ക്ക് മുമ്പ് വെട്ടിവിട്ടാൽ അഴുകൽ ഉണ്ടാകാണ്ടിരിക്കാൻ അത് ഗുണം ചെയ്യല്ലേ? അഴുകലിൻ്റെ തന്നെയല്ല, ചെടിക്ക് ചിമ്പുണ്ടാകണമെന്നുള്ളതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അഴുകലിന് നമ്മളിങ്ങനെ മരുന്നുകളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ചിമ്പ് കുറവ് വരുന്നു. അതുകൊണ്ട് നേരത്തെ വെട്ടുവെക്കുകയാണെങ്കിൽ നമുക്ക് വേനലാകുമ്പോഴത്തേനും ചവറാകുകയും ചെയ്യും. നിലവിലിപ്പോൾ തണൽ മരങ്ങളായിട്ട് എന്തൊക്കെ മരങ്ങളാണ്? മിക്കവാറും പ്ലാവാണ് കൂടുതലുള്ളത്. പ്ലാവുണ്ട്, പിന്നെ കാറ്റാടിയുണ്ട്, ചോരക്കാരിയുണ്ട്, പിന്നെ റബ്ബറിൻ്റെ ഒരു ഷെയ്ഡ് നല്ല ഉണ്ട്. അത് ഈ വർഷം റബ്ബറിൽ ഇല കുറവായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ക്ഷീണം ഏലത്തിന് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇല കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഏലത്തിന് നല്ലതാണ്, ചിമ്പ് കൂടുതലടിക്കുന്നുണ്ട്. പ്ലാവ് നമ്മൾ ഷെയ്ഡിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ചക്ക ഉണ്ടാകുന്നത് ഏലത്തിന് സാരമായി ബാധിക്കുന്നുണ്ടോ? നല്ലപോലെ ബാധിക്കുന്നുണ്ട്. വെച്ചെന്നാൽ ചക്ക ഏലത്തിലോട്ട് ഒരു ഏലത്തിനകത്തോട്ട് വീണ ഒരു 50 ചിമ്പുള്ള ഒരു ഏലമാണെങ്കിൽ തകർന്നു പോവുക, പിന്നെ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ആളിനെ നിർത്തി ചക്ക മുഴുവൻ പറപ്പിക്കും. 1500 രൂപ മുടക്കിയാൽ ഒരു 10-15 പ്ലാവേൽ അവർ കയറി പറിച്ച് എല്ലാം താഴെ കളയും. അത് കഴിഞ്ഞ് നമ്മൾ ഒരു പറിക്കയും കൂടെ പറിച്ചു കഴിഞ്ഞാൽ ചക്ക തീരുള്ളൂ. പല സമയത്തായിട്ട് ചക്ക ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കും അല്ലേ? പല സമയത്തായിട്ട് ഇത് ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ ഏലത്തോട്ടങ്ങളിലൊക്കെ ചെടിയുടെ ചുവട്ടിലേക്ക് മണ്ണ് കൂട്ടി കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. അത് എന്താവശ്യത്തിന് വേണ്ടിയാണ് മണ്ണ് കൂട്ടി കൊടുക്കുന്നത്? അത് ചെയ്യേണ്ട സമയം ഏതാണ്? അതൊന്ന് വിശദമാക്കാമോ? ഏലത്തിന് മണ്ണ് ഇടുന്നത് നല്ലതാണ്. ജനുവരി മാസം ആകുമ്പോഴത്തേനും നമ്മൾ ഏലത്തിന് മണ്ണിടുമെന്ന് പറഞ്ഞാൽ ഈ ചപ്പിയവറെല്ലാം മാറ്റി വെച്ചിട്ട് ഏലത്തിൻ്റെ അകത്തും പുറത്തും എല്ലാം നല്ലപോലെ മണ്ണിടും. അപ്പോൾ വേരിന് സംരക്ഷണം കൊടുക്കുക, പുതിയ തട്ടയുണ്ടാകുന്നതിന് നല്ലതാണ്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഈ ചപ്പ് ഏലത്തിൻ്റെ ചുവട്ടിലോട്ട് അടുപ്പിക്കുകയും ചെയ്യണം. ഏലത്തിന് എപ്പോഴും ഒരു ഇരുട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഏലത്തിന് നല്ലത്. അതുകൊണ്ട് ചപ്പ് പരമാവധി കളയാതെ തന്നെ ഇരിക്കുക.
എന്നാൽ ചെടിക്ക് മണ്ണിടുകയും ചെയ്യണം. പിന്നെ ചില ആൾക്കാർ മുള്ളു കുത്തുന്നുണ്ട്. എനിക്ക് മുള്ളു കുത്തുന്നതിനോട് വലിയ യോജിപ്പില്ല. എന്ന് വെച്ചെന്നാൽ വേര് മുഴുവൻ ഇത് നമ്മൾ പറിക്കും. പിന്നെ തറപ്പ് കണ്ടുവാനുള്ള സ്ഥലത്താണ് മുള്ളു കുത്തി കൊടുക്കുന്നത് നല്ലതാണ്. കൂടുതൽ വേറെ ഓടാൻ അത് നല്ലതാണ്. അതെ. പിന്നെ ഏലത്തിന് ഈ കവാത്ത് പോലുള്ള കാര്യങ്ങളൊക്കെ അത് എത്ര നാൾ കൂടുമ്പോഴാണ് നിൽക്കുന്നത്, അതൊന്ന് വിശദമാക്കാം. കവാത്ത് ഏത് സമയം ഏലം ക്ലീനായിട്ട് നിൽക്കുന്നത് നല്ലത്. ഒരാണ്ടിൽ ഒരു 2 പ്രാവശ്യം എടുപ്പിക്കണം. അകത്തെ ചപ്പും വാരി ഏലത്തിൻ്റെ കച്ചിയും പറിച്ച് ഉണങ്ങിയ പോളയും പൊളിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ സിസേറിയോ ഇങ്ങനെ ഈ ഊരന് മുഞ്ഞ ഇങ്ങനെയുള്ളതൊക്കെ കുറവ് വരും. പരമാവധി ഏലം ഏത് സമയം വൃത്തിയായിട്ട് നിൽക്കുന്നതാണ് നല്ലത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. 2 ഘട്ടത്തിലായിട്ട് നമ്മൾ എടുക്കുന്നത് കൂടാണ്ട് നമ്മുടെ സമയം അനുസരിച്ച് നമ്മൾ സ്വയമായിട്ടൂടെ കുറെ ചെയ്യുവാണെങ്കിൽ അല്ലേ? നമ്മൾ കൂടെ പിന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. മണ്ണ് പരിശോധന നടത്താറുണ്ടോ? ഞാൻ എല്ലാ വർഷവും മണ്ണ് പരിശോധന നടത്താറുണ്ട്. മണ്ണ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സാമ്പത്തിക ലാഭം, പണിക്കൂലി ലാഭം. മണ്ണ് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ മണ്ണിൽ കൊടുക്കണം, ഏതെല്ലാം വളം കൊടുക്കണം, ഏതെല്ലാം വളം കൊടുക്കണ്ടാത്തതുകൊണ്ട് അങ്ങനെയെല്ലാം അവർ നമ്മളോട് പറഞ്ഞു തരും. നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം ഉപയോഗിച്ചാൽ മതി. ഞാൻ വളം വാരി വലിച്ച് നേരത്തെയൊക്കെ കൃഷി ചെയ്യായിരുന്നു. ഇപ്പോൾ മണ്ണ് പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് പാറ്റംബോസ് ആണെങ്കിലും ഒരു വർഷത്തിൽ 200 ഗ്രാമേ ഇടാവുള്ളൂ, അതൊരു 5 പ്രാവശ്യമായിട്ട് ഇടണമെന്ന് പറയുന്നു. അത് ഈ മണ്ണ് പരിശോധിക്കുന്നതുകൊണ്ടാണ്. പിന്നെ മിത്രകമ്പിളുകളെ കുറിച്ച് ഉള്ള കാര്യങ്ങളും അവർ പറയും. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് രാസവളത്തിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാം മണ്ണ് പരിശോധിക്കുന്നതുകൊണ്ട്. pH അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. എല്ലാം അറിയാം. pH അറിയാം. മൂലകങ്ങൾ ഏതൊക്കെ മൂലകങ്ങളുടെ കുറവാണ് എല്ലാം അവർ പറയും. അവരുടെ ആ മണ്ണ് പരിശോധിക്കുന്ന അതും കൂടെ വെച്ചാണ് ഞാൻ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. pH നിയന്ത്രിക്കാൻ വേണ്ടി കുമ്മായം, സൾഫറും, മഗ്നീഷ്യം, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി മഞ്ഞപ്പൊടി, ഇത് 3 കൂടി ഇട്ട് 4 കൂടി ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇടുന്ന സമയമാണോ? ഇട്ട് കഴിഞ്ഞു. അത് നമ്മൾ മെയ് തന്നെ ഇടും. നമുക്ക് ഏലവും കുരുമുളകും റബ്ബറാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇത് 3 ഇടവിളയായിട്ടാണ് ചെയ്തിരിക്കുന്നത്? 3 ഇടവിളയായിട്ടാണ്. റബ്ബറുണ്ട്, റബ്ബറേൽ കൊടിയുണ്ട്, പിന്നെ അല്ലാതെ മുരിക്കയിൽ കൊടിയുണ്ട്. മുരിക്കിനെല്ലാം കേടാ. അതുകൊണ്ട് മറ്റു മരങ്ങളാണ് കൊന്ന, വേറെ കാറ്റാടി ഇങ്ങനെയുള്ള മരങ്ങളിലും ഏലത്തിനിടയ്ക്കൂടെ കൊടിയുണ്ട്. ഇടവിളയായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വളപ്രയോഗം പോലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ? ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏലത്തിനകത്താകുമ്പം ഈ ഏലത്തിനിടുന്ന വളം ഒരു ശാലം കൂട്ടി കൊടുത്താൽ മതി. അപ്പം നമുക്ക് പ്രത്യേകിച്ച് കൊടിക്ക് ചെയ്യണ്ട. മരുന്നടിക്കുമ്പോഴാണെങ്കിലും തുരിശടിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഇത് കൊടിക്കും കൂടി ഒന്ന് കാണിച്ചാൽ അങ്ങനെ നമുക്ക് പണി ലാഭമുണ്ട്. കൊടി ഇട്ട് പിടിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. വെച്ചാൽ അടിയിൽ എരമ്പായി പോയതുകൊണ്ട് ഏലത്തിൻ്റെ എരമ്പും റബ്ബറിൻ്റെ എരമ്പും കൂടി ആയപ്പോഴത്തേനും കൊടി കയറി വരാൻ വലിയ പാടാണ് എന്ത് ചെയ്താലും. കുരുമുളകിന് കുറച്ചും കൂടെ വെയിൽ വേണ്ട ഒരു വിളയാണ്. കുരുമുളകിന് വെയിൽ വേണ്ടിയ ഒരു വിളയാണ്. പിന്നെ ഏലത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാലേ നമുക്ക് ആദായം കിട്ടുള്ളൂ. അപ്പോൾ ഒരു 10 അടി 15 അടി താഴെ നിന്നുള്ള ആദായമേ നമുക്ക് കുരുമുളക് എന്ന് കിട്ടത്തുള്ളൂ. കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ അത് നടുന്ന രീതി എങ്ങനെയാണ്, അതൊന്ന് വിശദമായിട്ട് പറയാം. അതൊരു നമുക്കൊരു 1 അടി കുഴി എടുക്കുക, അതിനകത്ത് ചാണകപ്പൊടി ഇടുക. ചാണകപ്പൊടി പിന്നെ ജൈവവളങ്ങൾ എന്തെങ്കിലും എല്ലുപൊടിയോ വേപ്പുമണ്ണാക്കോ ഇതൊക്കെ ഇടുക. എന്നിട്ട് ഞാൻ മിക്കവാറും ഒരു 3 തണ്ട് വെച്ചാണ് ഒരു കുഴിയിലിടുന്നത്. അങ്ങനെ നട്ടാൽ പോലും നമുക്ക് ഈ ഏലത്തിനകത്തുള്ള കൃഷി ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു തണ്ടൊക്കെ നമുക്ക് പിടിച്ച് കിട്ടുള്ളൂ. അത്രയും ചെയ്താൽ മതി. പിന്നെ നമ്മളൊരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേനും ഇത് കയറി വരുമ്പോഴത്തേനും നമ്മൾ വെച്ച് കെട്ടി കൊടുക്കുക. പിന്നെ പ്രത്യേകിച്ച് വളം ഇതിന് ചെയ്യണമെന്നില്ല. നമ്മൾ ഏലത്തിന് ചെയ്യുമ്പോൾ ആ കൊടുത്ത് പോകണം. പിന്നെ ഏലം ഇല്ലാത്തടത്താണെങ്കിൽ നമ്മൾ അതിന് സെപ്പറേറ്റ് വളങ്ങൾ വേറെ കൊടുക്കണം. കൊടിക്ക് വേര് പുഴുവാണ് നിമാവര, ഏലത്തിൻ്റെ വേര് കരിഞ്ഞ് പോവുക. അപ്പോൾ അതിന് നമ്മൾ ഏലത്തിനൊഴിക്കുന്ന മരുന്ന് തന്നെയാണ് ഒഴിക്കുന്നത്. എന്നാലും ഇത് വാടി ആദായമായി കഴിയുമ്പോൾ താഴും. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിച്ച വിളവ് കൊടിയൊന്നും നമുക്കിപ്പോൾ കിട്ടുന്നില്ല. കൊടി ഏതൊക്കെ ഇനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൊടി നമുക്ക് പന്നിയൂറുണ്ട്, നീലമുണ്ടിയാണ് കൂടുതലായിട്ട് വരുന്നത്, കരിമുണ്ട. പിന്നെ കുതിരവാലി എന്നും പറഞ്ഞ് പോരുണ്ട്. ആ സാധനത്തിന് കേട് കുറവുണ്ട്, ഒരുമാതിരി കയറി പിടിക്കുന്നുമുണ്ട്. പക്ഷെ ചില കൊല്ലങ്ങളിൽ നമുക്ക് ആദായം കുറവാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ നാടൻ ഇനമായിരുന്നു ചെയ്തത്. നാടൻ എന്ന് പറഞ്ഞാൽ വെള്ളമുണ്ടി, കരിമുണ്ട, ഇത് രണ്ടുമായിരുന്നു ആദ്യകാലങ്ങളിൽ. അതൊക്കെ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചു. ഇപ്പം വെള്ളമുണ്ടിക്കൊന്നും നമുക്ക് തിരിയാൻ മണിയില്ലാത്തതുകൊണ്ട് അധികം കൃഷി ചെയ്യുന്നില്ല. ഇപ്പം നീലമുണ്ടിയും കുറവാണ്. ഇപ്പം ഈ 500 വണ്ണം പല ഐറ്റം ഉള്ളതുകൊണ്ട് അത് നല്ല കാപ്പിടുത്തമുള്ളത് നോക്കിയാത്താണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കുരുമുളകിൻ്റെ വിളവെടുപ്പിൻ്റെ സമയത്ത് നമ്മൾ തന്നെയാണോ വിളവെടുപ്പ് എങ്ങനെയാണ്? അത് ആരെയും കൂടെ കൂട്ടും, തന്നെ പറ്റിയല്ല, ആരെയും കൂടെ കൂട്ടിയാണ്. അതിന് ആണുങ്ങളെ കിട്ടാൻ പാടാണ്. അതെ. നമുക്കപ്പോൾ കുരുമുളകിൻ്റെ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ വിളവെടുപ്പിന് ശേഷം അത് മെതിക്കലും ഉണങ്ങലുമായിട്ട് കുറേയധികം പണിയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് വലിയ കുഴപ്പമില്ല. അത് അന്നേരം സ്റ്റോറിലോട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ മെതിച്ച് ഉണങ്ങി നമുക്ക് തരും. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഞാൻ കുരുമുളക് പറിച്ചെടുക്കുന്ന പാടേ ഉള്ളൂ. മെതിക്കുന്നതും ഉണങ്ങുന്നതും ഒന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല. അതിന് നിസ്സാര പൈസയേ ഉള്ളൂ. കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ കുരുമുളകിനെ ബാധിക്കുന്നുണ്ടോ?
കാലാവസ്ഥയുടെ വലിയ കുഴപ്പമില്ലെന്ന് വേണേൽ പറയാം. മഴയാണെങ്കിൽ കൂടുതൽ മഴയാണെങ്കിൽ തറവാട്ടം പോലെയുള്ള അസുഖങ്ങളുണ്ടാകുന്നു. പിന്നെ നമുക്ക് വെയിലും കൂടെ തെളിയുമ്പോൾ അല്ലാതെ വലിയ കുഴപ്പം കൊടിക്ക് പറയാനില്ല. കുരുമുളക് നമ്മൾ നട്ടതിന് ശേഷം അതൊരു ആദായത്തിലേക്ക് എത്തണമെങ്കിൽ എത്ര വർഷം എടുക്കും? ഒരു 3 വർഷമെങ്കിലും ആവും. 3 വർഷം ആ ഉണ്ടാവും. ഒരു നല്ലപോലെ പരിപാലിക്കുകയാണെ ഒരു 3 വർഷമെങ്കിലും എടുക്കും. കുരുമുളകിന് വേനൽക്കാലത്ത് വെള്ളം നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊക്കെ വരാറുണ്ടോ? അപൂർവം. അപൂർവമായിട്ട് മതി അല്ലേ? കുരുമുളകിന് ഒരു ആയുസ് ഒരു എത്ര വർഷം വരെ വെക്കുക സാധാരണ? ഒരു 15 വർഷം അതിന് ആയുസ് പറയുന്നത്. എന്നാൽ പോലും അതിൽ കൂടുതൽ 10-50 വർഷം നിൽക്കുന്ന കൊടികളും ഉണ്ടല്ലേ? ഉണ്ട്. കുഴപ്പമില്ല. ഇത് നിൽക്കാൻ പാടാ, കേട് കാരണമാണ് ഇങ്ങനെ പോകുന്നത്. ഈ വേരുപുഴു വന്നിപ്പോൾ അവർ തറവാട്ടം ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ അതിൻ്റെ പരിപാലനം പോലെ ഇരിക്കും. തുരിശൊക്കെ അടിച്ച് നേരത്തെ അഡ്വാൻസ് ആയിട്ട് മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരിയൊക്കെ പിടിച്ച് നിൽക്കും. പിന്നെ പല കൃഷി ആയതുകൊണ്ട് ഏലത്തിന് കളയ്ക്കുമ്പോൾ കൊടിക്ക് ക്ഷീണമാണ്. കൊടിയുടെ തൊട്ടി തൂമ്പ തൊടാൻ പാടില്ല. വേരൊക്കെ പൊട്ടിപ്പോകുന്ന പോലെ പൊട്ടിപ്പോകും. അപ്പോൾ അതുവഴി അണുക്കൾ കയറിയാണ് ഇതിന് കേടാകുന്നത്. അങ്ങനെ നമ്മൾ ഏലത്തിന് പണിയുമ്പോൾ കൊടിക്ക് ലോഡ് കളയ്ക്കാതിരിക്കത്തുമില്ല. അങ്ങനെയുള്ള ഒരു ക്ഷീണമുണ്ട്. കൊടി തന്നെയാണെങ്കിൽ നമുക്ക് കുറെ കൂടി ആദായം കിട്ടും, പണിയും കുറവ് വരും. ആ സ്ഥലം നമുക്ക് കുറച്ചുകൂടെ ഉപയോഗപ്രദമാക്കാൻ വേണ്ടി അല്ലേ മറ്റു കൃഷികൾ ചെയ്യുന്നു. അതെ അതെ. ഏലത്തിന് വേണ്ടിയിട്ടുള്ള മരങ്ങളൊക്കെ ഉള്ളപ്പോൾ ആ മരം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അല്ലേ? ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ലാഭം കൂടി കിട്ടുന്ന രീതിയിൽ ഇത് അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ കുഴപ്പമില്ലല്ലേ? അതെ അതെ അതെ. അങ്ങനെയാണ് നമ്മൾ ഈ മരത്തെ കൊടിയിടുന്നത്. പിന്നെ കിട്ടുന്നത് ലാഭം എന്നുള്ള രീതിയിൽ മരത്തെ കൊടിയിടുന്നത്. റബ്ബർ വെച്ചിട്ട് എത്ര നാളായി? റബ്ബർ വളർത്തിട്ട് ഇപ്പോൾ ഒരു 15 വർഷമായി. അതേ ദിനമാണ് 105, 414, 105 ഉണ്ടല്ലേ? അത് ടാപ്പിംഗ് ചെയ്യാറായിട്ടുണ്ടോ? ചെയ്യാൻ തുടങ്ങി. 4 വർഷമായി ടാപ്പ് ചെയ്യാനായിട്ട്. എനിക്കിപ്പോൾ 200 മരം ഞാൻ വെട്ടുന്നുണ്ട്. ഒരു 18 സീറ്റ് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇച്ചിരി വില ഇപ്പോൾ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ റബ്ബറിന് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണോ? അല്ല പറ്റത്തില്ലാത്ത. നമുക്ക് പരമാവധി കിട്ടിയാൽ നമുക്ക് 2 മാസം അല്ലെങ്കിൽ 2.5 മാസം റബ്ബർ ടാപ്പിങ്ങേ നമ്മൾ നടക്കുന്നുള്ളൂ. അത്രേ ഉള്ളൂ. അത് നമുക്ക് മാസം വെയിൽ കൂടുതൽ കിട്ടിയാൽ പോലും നമുക്ക് 3 ദിവസം കൂടുമ്പോഴല്ലാതെ വെട്ട് നടക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് റബ്ബർ ഇവിടുത്തെ റേഞ്ചിലെ കാലാവസ്ഥയ്ക്ക് പറ്റിയതല്ല. പിന്നെ ഇപ്പം ഇച്ചിരി വിലയൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഏലത്തിനൊരു ഷെയ്ഡാവും, 2 ആദായമായിട്ട് വരുമല്ലോ എന്നുള്ളത്. റബ്ബറിനുള്ള വളപ്രയോഗമൊക്കെ എങ്ങനെയാണ്? റബ്ബറിന് ഞാൻ ആണ്ടിലൊരു 2 പ്രാവശ്യം കൊടുക്കും. ജൂണിലൊരു യൂറിയയും പൊട്ടാഷ്യം കൂടി ഇടും. മഗ്നീഷ്യം കൂടി ഇടണം. മഗ്നീഷ്യം പൊട്ടാഷ്യം കൂടെ ചേരിയില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ യൂറിയയും പൊട്ടാഷ്യം കൂടി ഇട്ട് കഴിഞ്ഞ് ഒരു 15 ദിവസം കഴിയുമ്പോൾ മഗ്നീഷ്യം 2ാമത് ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മളൊരു കന്നിമാസം ആകുമ്പോഴത്തേനും ഒന്നുകൂടെ ഇല പൊഴിച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി യൂറിയയും പൊട്ടാഷ്യം മഗ്നീഷ്യം കൂടെ എല്ലാം ഞാൻ പറഞ്ഞെങ്കിൽ ഒന്നിച്ച് പറഞ്ഞാലും യൂറിയയും പൊട്ടാഷ്യം ഒന്നിച്ച് കൊടുക്കുക. മഗ്നീഷ്യം ഒരിക്കലും ഇതിനോട് ചേരിയല്ല. അത് 2ആയിട്ട്. ടാപ്പിംഗ് സാധാരണ ആരംഭിക്കുന്ന ഒരു സമയം എപ്പോഴാണ്? പുതുമഴ കഴിയുമ്പോൾ മെയ് പകുതി ആകുമ്പോൾ. നമ്മളിപ്പോൾ സാധാരണ എത്ര ദിവസം കൂടുമ്പോഴാണ് ടാപ്പ് ചെയ്യുന്നത്? ഞാൻ ഇപ്പോൾ ഒക്കെ നമ്മൾ ഒരു ഒന്നരാടം ടാപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് 2 ദിവസം കൂടുമ്പോഴേ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ മുമ്പ് നേരത്തെ പറഞ്ഞത്. നമുക്ക് ഹൈ റേഞ്ച് റബ്ബർ വെട്ട് അധികം കിട്ടുന്നില്ല. 12 മാസം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പരമാവധി വെട്ടിയാൽ 2 മാസത്തെ വെട്ടേ നമുക്ക് നടക്കുന്നുള്ളൂ. റബ്ബർ ഷീറ്റ് ആക്കുവാണോ അതോ? റബ്ബർ ഷീറ്റാക്കും. റബ്ബർ നട്ടതിന് ശേഷം നമുക്കൊരു ടാപ്പിംഗ് ആരംഭിക്കണമെങ്കിൽ എത്ര വർഷത്തെ? നല്ലപോലെ പണിയുവാണെങ്കിൽ ഒരു 7 വർഷം കൊണ്ട് നമുക്ക് ടാപ്പിംഗ് ആരംഭിക്കാം. 8 വർഷമാണ് റബ്ബറിന് പറയുന്നത്. എങ്കിൽ പോലും നമുക്കൊരു നല്ലപോലെ നോക്കുകയാണെങ്കിൽ 7 വർഷം നമുക്ക് ടാപ്പ് ചെയ്യാറാവും. പിന്നെ ഒരു റബ്ബറിന്റെ ഒരു ആയുസ് പിന്നെ എത്ര നാളത്തേനാണ്? ആയുസ് നമുക്ക് ഒരു 30 വർഷമാണ് പറയുന്നത്. 30 വർഷത്തിനുണ്ടല്ലേ? 30 വർഷം നമുക്ക് വെട്ടാം. ഈ 8 വർഷം കൂട്ടി വരുമ്പോൾ 40 വർഷത്തോളം വരും. കിട്ടുന്നുണ്ടല്ലോ? കിട്ടും. റബ്ബറിലും കുരുമുളക് കൃഷി ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ടാപ്പിങ്ങിനെ അത് ബാധിക്കാത്ത രീതിയിൽ റബ്ബറിൽ കുരുമുളക് കൃഷി ചെയ്ത രീതി എങ്ങനെയാണെന്ന് വിശദമാക്കാമോ? നമ്മൾ റബ്ബറിൽ നിന്ന് ഒരു 1 അടി അകലത്തിൽ അല്ലെങ്കിൽ 1.5 അടി അകലത്തിൽ നമ്മളൊരു കുഴി എടുത്തിട്ട് ഒരു കമ്പ് നാട്ടി റബ്ബറിലോട്ട്. അപ്പോൾ ഒരാൾ പൊക്കത്തിൽ കൊടിയുടെ ഇല തണ്ട് കയറി പോകുന്ന രീതിയിലാണ് റബ്ബറിൽ കുരുമുളക് കയറ്റി വിട്ടിരിക്കുന്നത്. ഇപ്പോൾ ടാപ്പ് ചെയ്യേണ്ട ഭാഗത്ത് റബ്ബറിൽ കുരുമുളകിന്റെ വള്ളി ഇല്ലാത്ത രീതിയിൽ ചെയ്യുന്നുണ്ട്. അതെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് റബ്ബറിനോടൊപ്പം തന്നെ കുരുമുളകിന്റെ ഒരു ആദായം കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഏലത്തിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ റബ്ബർ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഏലത്തിന് അതിന്റെ ഇലയിലൊക്കെ ഒരു കുമിള് പോലത്തെ അസുഖങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. അത് ഏലത്തെ ബാധിക്കാറുണ്ടോ? നല്ലപോലെ ബാധിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഈ തളുത്ത് വരുമ്പോഴത്തേനും റബ്ബറിൻ്റെ ഇലയിൽ ഒരു പൂപ്പൽ പോലെയുണ്ട്. അതൊരു കുമിളാണ്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ക്ഷീണം ഏലത്തിനുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഒത്തിരി അസുഖങ്ങളും ഉണ്ടാകുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ ചാരത്തിന് അങ്ങോട്ട് ചൊറി പോലെ അങ്ങോട്ടുണ്ടാകും. അതൊരു കീടമാണ്. ചാരത്തിന് ചൊറി ഉണ്ടാകുന്നു, കായ്ക്ക് ചൊറി ഉണ്ടാകുന്നു, തണ്ടിന് മഞ്ഞപ്പ് കയറുന്നു, ഒരു പൂപ്പൽ പോലെ ഒരു രോഗം ഈ ഇലയിൽ ഒരു പൂപ്പലാണ്. ആ പൂപ്പൽ നമ്മുടെ തണ്ടയിലോട്ട് വരുന്നു, ഏലത്തിൻ്റെ തണ്ടയിലോട്ട് വരുന്നു. എന്താ പഠിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ
റബ്ബറിലെ കുമിളിനെ ഒഴിവാക്കാൻ പറ്റും. ഒഴിവാക്കാൻ പറ്റും. അത് ഏലത്തിന് നല്ലതുമായിരിക്കും എന്താ സൾഫർ അടിച്ചു കൊടുക്കുന്നത്. ശരി. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ പറമ്പിൽ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് അസ്വസ്ഥതയാന്ന് മാത്രം. സൾഫർ സൾഫർ അടിച്ച് കഴിയുമ്പോൾ അത് തന്നെ. റബ്ബറിന് പുതിയതായിട്ട് തളിരില വരുന്ന സമയത്തെ കാലാവസ്ഥ എങ്ങനെയായിരിക്കും നമുക്ക് അനുയോജ്യമായിട്ടിരിക്കുന്നത്? കാലാവസ്ഥ നമുക്ക് നല്ല വെയിലായിരിക്കണം. മഞ്ഞ് കൂടിയാൽ ഇതിൻ്റെ ഇല ചുരുളും. ഈ വർഷത്തെ കാലാവസ്ഥയിൽ നമുക്ക് ക്ഷീണമാണ്. ഇല തളുത്ത് വരുമ്പോൾ തളുപ്പ് വരുമ്പോഴത്തേനും ഒരു മഴ പെയ്യും, അല്ലെ മഞ്ഞ് കയറും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേൻ്റെ ഇല ഇപ്പോൾ ഈ ആണ്ട് ഒത്തിരി കമ്പ് ഉണങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു രോഗം കൂടെ വന്നിട്ടുണ്ട്. അത് ഈ ഇല ഉണ്ടാകൊണ്ട് വന്നോണ്ടാണോ കമ്പ്? അതെ. ഇനിയിപ്പം നമ്മളൊരു ജൂൺ കഴിയുമ്പോഴത്തേനും നമ്മൾ തുരിശടിച്ചു കൊടുക്കണം. അന്നേരം ഉള്ള ഇല പോകാതെ നിൽക്കും. കർഷകനെ സംബന്ധിച്ച് കാലാവസ്ഥ വലിയ അവിഭാജ്യമായ ഒരു ഘടകമാണല്ലേ. അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ കൃഷിയും അത് സാരമായിട്ട് ബാധിക്കുന്നു. അതെ. പിന്നെ ഞാൻ കണ്ടതിൽ ഏലത്തിന് മാത്രം വലിയ കുഴപ്പമില്ല. വെയിൽ കണ്ടവാനം വന്നില്ലെങ്കിൽ ഏലത്തിന് നമുക്ക് ആദായം കിട്ടുന്നുണ്ട്. വെച്ചാൽ നനയ്ക്കാൻ വെള്ളവും കൂടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കാ പിടിച്ചില്ലെങ്കിലും ചെടി നിൽക്കും. കാലാവസ്ഥ അനുകൂലമാകുമ്പോഴത്തേനും കാ പിടിച്ചോളുമല്ലോ. ഈ വർഷത്തെ കാലാവസ്ഥ എനിക്ക് വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വേനൽ മഴ കിട്ടുകയും വേനൽ മഴ. പിന്നെ പണികളും കറക്റ്റായിട്ട് ചെയ്തും പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ദീർഘനാളായിട്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിച്ചുള്ള പരിചയസമ്പത്ത് വെച്ച് കാർഷിക മേഖല സന്തോഷകരമായുള്ള ജീവിതം നമുക്ക് സാധ്യമാണോ? കുഴപ്പമില്ല, തീർച്ചയായിട്ടും നല്ല സന്തോഷകരമായ ജീവിതമാകുന്നത്. മണ്ണിൽ പണിയെടുക്കുന്നത് ഒരു നല്ല ഇതാണല്ലോ. നമുക്ക് ആദായം കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഈ വില കിട്ടുന്നതും കൊണ്ട് നമുക്ക് നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ്. കാലാവസ്ഥ കൂടെ അനുകൂലമാണെങ്കിൽ വളരെ ലാഭകരമായ റബ്ബർ വെട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഈ വർഷം ഇച്ചിരി സീറ്റ് കുറവ് വരുമെന്നേ ഉള്ളൂ, മറ്റേ ഇല കുറവുള്ളതുകൊണ്ട്. എന്നാലും ഇത്രയും സീറ്റ് ആദായം കിട്ടുന്നതുകൊണ്ട് ലാഭകരം തന്നെയല്ല. എന്നെ സംബന്ധിച്ച് ഏലമുണ്ട്, കുരുമുളകുണ്ട്, അതിനിടയ്ക്ക് റബ്ബറുണ്ട്. ഇതെല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങളോടി പോകുന്നുണ്ട്. അതിനിടയ്ക്ക് 5-8 തെങ്ങുണ്ട്. അതുകൊണ്ട് അരച്ചു കൂട്ടാനുള്ള തേങ്ങ മിച്ചം നമുക്ക് കിട്ടുന്നുണ്ട്. 4 തേങ്ങ കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷമാണല്ലോ. ഇന്നത്തെ വിലയ്ക്ക് അതൊക്കെ ലാഭകരമാണ്. കർഷകൻ എപ്പോഴും മണ്ണിൽ നല്ല പണിയെടുക്കുക, ആദായം ഉണ്ടാക്കുക. എന്തുമാത്രം പണിയെടുക്കുന്നോ അതിൻ്റെ അനുസരിച്ചുള്ള ഫലം നമുക്ക് കിട്ടും. ഇത്രയും നേരം കിസാൻ വാണിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി വിലയേറിയ കാർഷികാനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു.